ഞാൻ എൻ്റെ സീരിയലിൽ കുറച്ച് ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 65 വയസ്സായാലും എനിക്ക് കുഴപ്പമില്ല. ചിലപ്പം ഭാര്യ മരിച്ചതോ മക്കൾ ഉപേക്ഷിച്ചതോ, അത്യാവശ്യം സാമ്പത്തികം വലുതല്ല, ഒരു കയറിക്കിടക്കാനൊരു വീട്, മക്കൾ സേഫ് ആവണം, ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഭഗവാനാണ് സത്യം. ഞാൻ പറഞ്ഞത് എനിക്ക് മടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല പ്രാവശ്യം ഞാനത് ചിന്തിച്ചാണ് ചെയ്യാൻ ശ്രമിച്ചതുമാണ്. എന്തെങ്കിലും എൻ്റെ മോള് അപ്പാ കഴിച്ചോ എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ മോൻ ഗുഡ് നൈറ്റ് പറയുന്ന ആ ഒരു മെസ്സേജ്, അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും കുത്തുവാക്കുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. കോടീശ്വരനല്ലേ കെട്ടുന്നത്, അവൾക്ക് ഇനി പൈസേൻ്റെ ആവശ്യമില്ല, അവളെ കെട്ടാൻ പോകുന്നത് ഏതോ കോടീശ്വരനാണ് മറ്റേ എൻ്റെ അടുത്ത് വാങ്ങിയവരുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ സങ്കടമുള്ള കാര്യമാണ്. അവള് പറഞ്ഞത് ഇടുന്നവരിടട്ടെ, കുഴപ്പമില്ല, അവർക്ക് അതൊക്കെ അല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യട്ടെ, അതൊന്നും മൈൻഡ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ പിന്നെ പറഞ്ഞ ഇൻ്റർവ്യൂ ഒന്നും വേണ്ട മോളെ, എനിക്ക് പറ്റുന്നില്ല. അമ്മ അതെന്ത് നോക്കേണ്ട ആവശ്യം, മറ്റുള്ളവരെ അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അമ്മ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുക, പുറത്ത് പോവുക, അമ്മേൻ്റെ ഇഷ്ടം എങ്ങനെയാണ് അതുപോലെ ചെയ്യുക, ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. അവൾ ഫുൾ സപ്പോർട്ടാണ്. പ്രണയം ഇല്ല, പ്രണയം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഇതിനെങ്ങനെ പ്രണയം പറയും? ജീവിതത്തിലേക്ക് കൂട്ടാമെന്ന് തീരുമാനിച്ചത് ഒറ്റപ്പെടൽ. ഒത്തിരി സഹിച്ചു ഒറ്റപ്പെടൽ അല്ലേ? ഇനി കാര്യം വേണ്ട, ഇനി അറിയാം ഞാൻ നാടകം കളിക്കുന്ന പറയും, അത് വേണ്ട. അല്ല, ഞാൻ ചോദിച്ചത് ഒറ്റപ്പെടൽ ഒത്തിരി അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടോന്ന്, ഞാൻ എടുത്തൊരു ഇൻ്റർവ്യൂ, ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു സ്ത്രീയുടെ ഇൻ്റർവ്യൂ എടുത്തു. അത് വെച്ച് ഭയങ്കര ബോൾഡാണ്. അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, സിംഗിൾ ബോബൻ എന്നാണ് പേര്, അബുദാബിയിലുള്ളതാണ്. ആ മേഡവും ഇങ്ങനെ വിവാഹം ചെയ്ത ഒരു കഥ പറഞ്ഞു. പക്ഷെ ആ മേഡം എന്നോട് മനസ്സ് തന്നത്, അതും രണ്ട് പെൺമക്കളാണ്. രണ്ട് പെൺമക്കളുടെ അനുവാദത്തോടെ കല്യാണം കഴിച്ച് ഇവർ നല്ല സുഖമായിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം കേട്ടോ. അവർക്ക് ആദ്യമൊക്കെ ഭയങ്കര നെഗറ്റീവ് കമൻ്റായിരുന്നു. പിന്നീട് ഇവരെ മനസ്സിലാക്കിയിട്ടാണ് അവരോട് കൂടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ജീവിതം. ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് അനുഭവിച്ചവർക്ക് മാത്രമേ അനുഭവിക്കുള്ളൂ അല്ലേ? വേറെ ആർക്കും അറിയില്ല. ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ ചിന്തിക്കാൻ പറ്റാത്ത ഒറ്റപ്പെടലായിപ്പോൾ. പക്ഷെ അവിടെ നമ്മളൊന്ന് കൈപിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് പ്രണയവുമല്ല, അതൊരു ദൈവദൂതനെ പോലെ വരുന്നതാണ്. തീർച്ചയായും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗുരുവായൂരപ്പൻ കൊണ്ട് തന്നാണ്, ഞാൻ എപ്പോഴും പറഞ്ഞത്, എപ്പോഴും പറയുന്നു. ഗുരുവായൂരപ്പനാണ് എനിക്ക് അദ്ദേഹത്തെ കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനസ്സിൽ അങ്ങനെയല്ല, ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നുവെച്ചാൽ തീരെ എല്ലാവരും ചോദിച്ച ചോദ്യമാണ്, നീ എന്തുണ്ടാക്കി, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പോയതല്ല, നീ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ റെൻറ്റിലൊക്കെ നിൽക്കുമ്പം എല്ലാവർക്കും വീടായി, എനിക്ക് വീടില്ല, എല്ലാവരും കുത്തുവാക്കുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. നീ ഇത്രയായിട്ട് മക്കളെയും കൊണ്ട് ഇത്ര എത്തിയില്ലേ എന്ന് ആരും പറഞ്ഞില്ല. അതെന്തായാലും ഒന്നും ചിന്തിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനൊരു പെണ്ണായി ഞാൻ 2 മക്കളെയും കൊണ്ട് ഞാൻ ചേർത്ത് പിടിച്ച് ഇത്രയും അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട്. അവർക്ക് ഡ്രസ്സ് എന്ത് വേണമെങ്കിൽ ഞാൻ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടായില്ല. അറിയാം, ഒരു കുടുംബം നോക്കണമെങ്കിൽ ഒരാണും പെണ്ണും പണിയെടുത്ത ഇന്നത്തെ കാലത്ത് പറ്റുന്നില്ല അല്ലേ? ആ സമയത്ത് ഞാൻ ഇത്രപ്പോലെങ്കിൽ ഞാൻ എത്തിച്ചില്ലേ. പക്ഷേ ആൾക്കാർ മൊത്തം പറഞ്ഞിതാക്കി. എനിക്കറിയാം ഈ ഫീൽഡിൽ ഒരു പരിധിയുണ്ട് നിൽക്കുന്നതിന്. ഒരു വീട് എന്ന് പറഞ്ഞ സംഭവം എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നതല്ല. പിന്നെ എൻ്റെ ലൈഫിൽ ഒരു നല്ലൊരു ലൈഫ് എനിക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും ഇത്രപോലെ 40 വയസ്സായി, ഇനിയിപ്പോൾ എന്ത് വന്നാലും കുഴപ്പമില്ല. ഞാൻ എൻ്റെ സീരിയലിൽ കുറച്ച് ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 65 വയസ്സായാലും എനിക്ക് കുഴപ്പമില്ല. ചിലപ്പം ഭാര്യ മരിച്ചതോ മക്കൾ ഉപേക്ഷിച്ചതോ, അത്യാവശ്യം സാമ്പത്തികം വലുതല്ല, ഒരു കയറിക്കിടക്കാനൊരു വീട്, മക്കൾ സേഫ് ആവണം. വീടാണല്ലോ മെയിൻ പ്രശ്നം നമ്മളെ. എന്നുവെച്ചാൽ ഒരു വീട് ഇതിപ്പം വർഷം ഓരോ വീട് പുതിയ വീട്ടിലേക്ക് മാറിക്കൊടുക്കല്ലേ നമ്മൾ. അപ്പോൾ ഒരു ചെറിയൊരു വീടും അത്യാവശ്യം സാമ്പത്തികം ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സ്നേഹം കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ല, ഇങ്ങനെ വയസ്സിലല്ലെങ്കിലും ഞാൻ ഊഹിച്ച ഓരോരു ആൾ എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ സംസാരിക്കാൻ പേടിയായ ആളാരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഏട്ടൻ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു, ഇന്ന ആളാണ് ഞാൻ. അപ്പം എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളതൊക്കെ ഞാൻ പറഞ്ഞു, അതിന് കുറേ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ ക്ലാസ് തരണം എന്ന് പറയുന്നത്.
അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ആഗ്രഹം മക്കളെ സേഫാക്കിയിട്ട് തീർത്ഥാടനത്തിന് പോകാനാണ്, എൻ്റെ ജീവിതം അങ്ങനെ എനിക്ക് കളയാനാണ് ആഗ്രഹം. മതിയായി മടുത്തു, ഇനി എനിക്ക് വേണ്ട, ജീവിതം വേണ്ട, അവരെനിക്ക് സേഫാക്കണം. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അമ്പലങ്ങൾ മുഴുവൻ ചുറ്റിയിട്ട് ജീവിതം അങ്ങ് അവസാനിപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യമാണ്, ഭഗവാനാണ് സത്യം. ഞാൻ പറഞ്ഞത് എനിക്ക് മടുത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പല പ്രാവശ്യം ഞാനത് ചിന്തിച്ചാണ് ചെയ്യാൻ ശ്രമിച്ചതുമാണ്. അപ്പോൾ എന്തോ സൗമ്യ ചേച്ചിയോട് മാത്രമേ ഇപ്പം എനിക്ക് നന്ദി പറയാനുള്ളത്, കസിൻ. ആ സമയത്ത് എനിക്കങ്ങനെ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയായിട്ട് വരാൻ താല്പര്യമുണ്ടോ, ആ സ്ഥാനത്തേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ടല്ലേ, പിന്നെ പത്തനംമാറ്റിൽ പോയത് കൊണ്ടും. എനിക്കറിയില്ല ഏട്ടൻ എന്താന്ന്, എന്തോ ഒരു നിമിത്തം പോലെ ഞാൻ ആ പത്തനംമാറ്റി സെറ്റിൽ എത്തിയതാണ്. പിന്നെ നമ്മൾ തമ്മിൽ വർക്ക് ചെയ്തിട്ടേ ഇല്ല. ആ 3 ദിവസമാണ് ആകെ ചെയ്തത്. അത് ഇതാ ഇന്ന് ഇവിടെ എത്തി. ഇവിടെ എത്തി. ആ 3 ദിവസത്തെ വർക്ക് അല്ലേ, ഇപ്പൊ പത്തനംമാറ്റിലെ പൊന്നു പോലെ ഇരിക്കുവാണ് അല്ലേ. അതാണല്ലോ അതിനകത്ത് ഏറ്റവും ഉചിതമായ ഒരു മറുപടി എനിക്ക് തരാൻ പറ്റുന്നത്. പക്ഷെ വേറൊരു കേസ് ചേട്ടാ അതിനകത്തുള്ളത് നേരത്തെ തന്നെ തുടങ്ങാം. കുട്ടികളുടെ ഒരു സന്തോഷം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, ആ കുട്ടികൾക്ക് എത്രമാത്രം സന്തോഷം കൊടുക്കുക. നേരത്തെ പറഞ്ഞു ഞാൻ ഇനി ജീവിച്ച് കാണിക്കുള്ള ഒരു അച്ഛൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ, നേരായ ഒരു അച്ഛൻ എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആളുകൾ പറയുള്ളൂ. ഇപ്പൊ തുടക്കമാണ്. പക്ഷെ നിങ്ങളുടെ ഒരു വിശ്വാസമാണ് അല്ലെ, സ്വയം നമുക്കൊരു വിശ്വാസം, ഞാനാണ് ഈ കുട്ടികളുടെ അച്ഛൻ. ആ വിശ്വാസം ആ കുട്ടികൾക്ക് കിട്ടാൻ വേറൊന്നും ഇല്ലല്ലോ. വെരി മച്ച്. അത്രമാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. എന്തെങ്കിലും എൻ്റെ മോള് അപ്പാ കഴിച്ചോ എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ മോൻ ഗുഡ് നൈറ്റ് പറയുന്ന ആ ഒരു മെസ്സേജ്, അത്രയൊക്കെ മതി. അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും വലിയ നമുക്ക് കിട്ടേണ്ടത്. ഈ പത്തനംതിട്ട ഒരു സെറ്റിൽ പോയ കഥയാണെന്ന് പറഞ്ഞു വെച്ചാൽ 3 ദിവസത്തെ ഷൂട്ട് ഉണ്ടായുള്ളൂ. ആ 3 ദിവസം കൊണ്ട് അത് എവിടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അത് നല്ല കഴിവാണ് നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം കൂടിയത്. അപ്പോഴും ഇഷ്ടം കൂടിയൊന്നുമല്ല, കാരണം ഈ സംസാരം വന്നു കഴിഞ്ഞപ്പം എൻ്റെ അനിയത്തിക്കുട്ടി ചോദിച്ചതാണ്, ഒറ്റപ്പെടൽ എങ്ങനെയാണ്? നമ്മുടെ ഒരു ഒറ്റപ്പെടൽ, ഒരു പുരുഷന്റെ ഒറ്റപ്പെടൽ, ഒരു സ്ത്രീയുടെ ഒറ്റപ്പെടലും രണ്ട് തട്ടിലാണ് അല്ലേ. ഈ ഒരു വ്യക്തി വെള്ളത്തിൽ മുങ്ങുമായിരുന്നു. അപ്പോൾ അയാൾ പൊങ്ങി വന്നിട്ട് എനിക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും മുങ്ങിപ്പോയി. 2-3 പ്രാവശ്യമായി കഴിഞ്ഞപ്പം ഒരാൾ ഷർട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് ചാടി അകത്ത് പോയിട്ട് ഇയാളെ വലിച്ച് കരയെ കൊണ്ടുവന്നിട്ട് ഇയാൾ ചോദിച്ചു, എനിക്ക് വയലിൻ വായിക്കാൻ അറിയില്ല, ഞാൻ പറഞ്ഞു നടക്കുന്നുണ്ട്, മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് പിടിച്ച് തള്ളി വിട്ടു. ഇതാണ് പുരുഷൻ്റെ ഒറ്റപ്പെടൽ. ആൾക്കാർക്ക് വെറും കോമഡിയാണ്. അയാൾ മരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവർ കാണുന്ന പോയിന്റ് ഓഫ് വ്യൂ വരെയാണ്. ബട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തലവേദനയുണ്ട്, ഇപ്പോൾ വിക്സ് വാങ്ങിച്ചുകൊണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ ആണ് ആക്സിഡൻ്റായി കാലും കൈ ഓടിച്ചിരുന്ന് ഞാനും പറയും കുരുത്തക്കേടാണ്, അവനെ കണ്ട ഇങ്ങനെയാണ് എന്ന് പറയുന്ന പുരുഷന്മാർ, വെറുക്കുന്ന പുരുഷന്മാർ. ആ മോളെ ഹാപ്പിയാണ്. ഞാൻ പറയാൻ വിട്ടത്, അച്ഛൻ്റെ ഒരു ഇത് പറഞ്ഞല്ലോ, ഏട്ടൻ ഒരു ഉരുള ചോറ് കൊടുത്ത് എൻ്റെ മോളെ കണ്ണ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏട്ടൻ അപ്പാന്ന് വിളിച്ചിട്ട് പനി വന്ന സമയത്ത് ഇവിടെ നെഞ്ചിൽ കിടന്നിട്ടുണ്ടെങ്കിൽ അവർ 100% അപ്പ എന്നുള്ളത് അംഗീകരിച്ചു എന്നുള്ള അർത്ഥം. ഉറപ്പാണ്. പക്ഷേ ഈ ഒറ്റപ്പെടലിൻ്റെ കാര്യം ഒന്നും കൂടെ ഞാൻ ചോദിച്ചുമാണ്, ആ ഒറ്റപ്പെടലിൽ നിന്നും നമുക്കൊരു ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരെ? കുറേ കടങ്ങൾ വാങ്ങും, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. കടം ചോദിച്ചാൽ കുറച്ച് തരും. ചിലവർ മോശം രീതിയിൽ പെരുമാറില്ല, സംസാരത്തിൽ പെരുമാറുന്നവർ. വേണ്ട എന്ന് പറഞ്ഞിട്ട് കൂടി എൻ്റെ ബന്ധുക്കൾ പോലും ഇല്ലെന്ന് പറയില്ല. എൻ്റെ ബന്ധുക്കൾ പോലും ഞാൻ കടം വാങ്ങിയിട്ട് വേണ്ടാന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് പിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് തിരിച്ചു വാങ്ങിയവരുണ്ട്. നീ കോടീശ്വരനല്ലേ കെട്ടുന്നത്, അവൾക്ക് ഇനി പൈസേൻ്റെ ആവശ്യമില്ല, അവളെ കെട്ടാൻ പോകുന്നത് ഏതോ കോടീശ്വരനാണ് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയവരുണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ സങ്കടമുള്ള കാര്യമാണ്. വേണ്ടാന്ന് പറഞ്ഞിട്ടും കൂടി. അതുപോലെ തന്നെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ സ്വന്തം ബന്ധുക്കളുടെ അടുത്ത് നിന്ന് പോലും വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്.